മച്ചമാരെ റൈഡർ സ്ലീറ്റ് ബേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയായിട്ടോ അല്ലെങ്കിൽ ട്രാവലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയേ അല്ല, നമ്മുടെ ചാനലുമായിട്ട് പോലും ബന്ധമില്ലാത്തൊരു വീഡിയോ ആണ്. ഒന്നുമല്ല, നമ്മൾ ചെറിയൊരു ഫോൺ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂ ഒന്നും അല്ല കേട്ടോ, അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പം നമ്മൾ മേടിച്ചേക്കുന്ന ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കോയുടെ X3 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇപ്പം ഒരു പുതിയൊരു ഫോൺ മേടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ നമ്മുടെ കണ്ടിന്യൂസ് വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മുടെ ക്യാം മേടിച്ച വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ iPhone X ആണ്. പക്ഷേ ഇത് വെറും 64 GB ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ പോലും ഇപ്പം ട്രാവലിങ്ങിലൊക്കെ മിക്കപ്പോഴും ഇതിനകത്ത് തന്നെയാണ് ഒരു 95% എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിപ്പം G7 X'ൽ എടുത്തതായാലും അല്ലെങ്കിൽ ഗോപ്രോയിൽ എടുത്തതായാലും ഒരു വീഡിയോയുടെ ഫുള്ള് കാര്യങ്ങൾ പോലും നമുക്ക് ഈ ഒരു ഫോണിലോട്ട് കയറ്റാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്, കാരണം 64 ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഒരു വാട്സാപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ RSBയുടെ. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മുടെ ഫോൺ ഓർഡർ ചെയ്തിരിക്കുന്നത്. പോക്കോയുടെ X3 എന്ന് പറയുന്ന മോഡലാണ്. അപ്പം അത്യാവശ്യം വെളിയിൽ നിന്നുള്ള പാക്കിംഗ് ഒന്നും വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇതിപ്പം എടുക്കാനുള്ള കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബില്യൺ ഡേ നടക്കുകയാണല്ലോ. അപ്പം പോക്കോ X3ക്ക് വലിയ രീതിയിലുള്ള ഓഫറോ കാര്യങ്ങളൊന്നുമില്ല, നോർമലായിട്ടുള്ള ഓഫറേ ഉള്ളൂ. 19,999 എങ്ങാണ്ടാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. ഇപ്പോഴും ഓഫർ പ്രൈസ് ഒന്നും അല്ല, ഇതെന്ന് പറഞ്ഞാൽ 8 GB ആണ് കേട്ടോ. അതെല്ലാം ഞാൻ ഓപ്പൺ ആക്കിയിട്ട് പറയാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം പെട്ടെന്ന് എടുത്തെന്ന് പറഞ്ഞാൽ 1,500 രൂപ SBI കാർഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു, 10% ഡിസ്കൗണ്ട്. 10% എന്ന് പറയുമ്പം ഏകദേശം 2,000 രൂപ എടുത്ത് വരണം, പക്ഷേ 1,500 ആണെന്ന് തോന്നുന്നു മാക്സിമം. അതുകൊണ്ട് എന്തായാലും ഇത് നമുക്ക് എടുത്തേക്കുന്നതിന് 18,500 രൂപ മാത്രമാണ് ഇതിന് അയക്കുന്നത്. ഷിപ്പിംഗ് ചാർജ് എല്ലാം ഫ്രീ ആണ്. ഏകദേശം 3 ദിവസം കൊണ്ട് സാധനം എത്തി കേട്ടോ. സാധനം എത്തി. ഇത്രയൊക്കെയാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിൻ്റെ സാധനം തന്നതിനെയൊക്കെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്യണം, പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നൈസിന് നമുക്ക് അവരുടെ ആ ഒരു ഇതൊക്കെ ഒട്ടിച്ചേക്കുന്നതെന്ന് കട്ട് ചെയ്യാം. ഓപ്പണിങ് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ജസ്റ്റ് അവരുടെ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബില്ലൊക്കെ പഠിക്കട്ടെ, പിന്നെ നോക്കാം. ഇതാണ് നമ്മുടെ പോക്കോ X3. ഇതിൻ്റെ ഈ ഒരു ബോക്സിനകത്ത് അവരുടെ വെളിയിലുള്ള ബില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു കാർട്ടൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 ബബിളെങ്കിലും വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട്. വലിയ പ്രൊട്ടക്ഷൻ ഒന്നും ഉള്ള പാക്കിംഗ് ഒന്നുമില്ല, ആകെ ഇത്രയുള്ള പാക്കിങ്ങേ ഉള്ളൂ. ജസ്റ്റ് കണ്ടോ, ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് കണ്ടോ ഇതായിട്ടുണ്ട്. പാക്കിങ് ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിംഗ് ഒന്നും വലിയ ഗുണമില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഒരു പാക്കിങ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഒരു പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. വെളിയിലത്തെ ഫ്ലിപ്കാർട്ടുകാരുടെ പാക്കിംഗ് ഒക്കെ വലിയ ഗുണമില്ലെങ്കിലും ഫോണിൻ്റെ ആ ഒരു പോക്കോക്കാരുടെ പാക്കിംഗ് ഒക്കെ വളരെ ഇതാണ്. ബ്ലാക്ക് നല്ല പക്ക ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് പാക്കിംഗ് ഒക്കെ വളരെ ലുക്കുണ്ട് കേട്ടോ. പിന്നെ 2 QR കോഡൊക്കെ വെച്ചിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നൈസിന് പൊട്ടിക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ഇത് ചെയ്യാണ്. സംഭവം കളർ കോമ്പിനേഷൻ അടിപൊളി കേട്ടോ. നോക്കി നല്ല കിടില കളർ വെച്ചിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ജസ്റ്റ് ഒരു എനിക്കൊന്ന് പൗച്ചാണെന്ന് തോന്നുന്നു, വലിയ വെയിറ്റ് ഒന്നുമില്ല. പോക്കോയുടെ ചെറിയൊരു ബോക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ സിം ചെക്ക് ചെയ്യാനുള്ള ടൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ തുറന്നു വരുമ്പം നമ്മുടെ പോക്കോയുടെ ഒരു പൗച്ചും പിന്നെ അവരുടെ ഒരു ബ്രാൻഡറ്റിങ് കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് അവസാനം നോക്കാം. പോക്കോയുടെ ഒരു പൗച്ച് ഇതാണ് ആദ്യം തന്നെ തുറന്നു വരുമ്പം കാണാനുള്ളത്. അത്യാവശ്യം ഒരു റബ്ബറിൻ്റെ ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ഫോൺ എടുക്കാൻ പോവാണ്. ഇത് പിന്നീട് കാണുന്നത് ഫോണാണ് കേട്ടോ. പിന്നീട് ഇരിക്കുന്നത് ഈ പൗച്ചിലിരിക്കുന്ന ഫോണാണ്. ഫോണിന് മുമ്പ് നമുക്ക് ഫോൺ പിടിക്കട്ടെ. ഫോണിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ജസ്റ്റ് നമ്മുടെ ചാർജർ, പിന്നെ അതിൻ്റെ ഡേറ്റ കേബിൾ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ സാധനം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഹെഡ്സെറ്റും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇത് 2 കളറാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒറ്റ കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. എന്തോ ഗ്രേയോ കാര്യങ്ങളോ ആണ് ഇതിൻ്റെ കളറിൻ്റെ പേര്. പിന്നെ ഒരു ബ്ലൂ വരുന്ന ഒരു കളറും കൂടാണ് ഉള്ളത്. അപ്പം കളർ പോലും ഞാൻ നോക്കിയില്ല കേട്ടോ. ജസ്റ്റ് പോക്കോ X3 വേണമെന്നുള്ള ഒരിത് വെച്ചിട്ടാണ് പോക്കോ X3 എടുത്തത്. ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാൻ ഞാൻ ആരുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കാര്യത്തെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാടായിട്ട് ആ ഒരു സാധനം യൂസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിനെ പറ്റി റിവ്യൂ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫോണുകൾ മാറി ഉപയോഗിച്ച് എല്ലാ ഫോണുകളുടെയും കമ്പാരിസൺ പഠിക്കണം. ഒപ്പം തന്നെ ഇതിൻ്റെ സ്പെക്ക് പഠിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഇത് റിവ്യൂ ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ സ്പെക്ക് പോലും നോക്കിയിട്ടില്ല കേട്ടോ. ജസ്റ്റ്
റിവ്യൂ നോക്കി ഒരു ഫോൺ എടുത്തതേ ഉള്ളൂ. നമ്മൾ വണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ ആയാലും നമ്മളൊരു വണ്ടി റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പെക്ക് ഫുള്ള് പഠിച്ച് അല്ലെങ്കിൽ പിന്നെ ആ ഒരു കാറ്റഗറിയിലുള്ള വണ്ടികളെല്ലാം അതിനെല്ലാം പറ്റി പഠിച്ച് ഡെയിലി വണ്ടികൾ മാറി മാറി യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു വണ്ടി റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ആ വണ്ടി റിവ്യൂ ചെയ്യുന്നതിൻ്റെ അത്രയും എഫേർട്ട് ഈ ഒരു ടെക് മേഖലയിൽ എടുത്താൽ മാത്രമേ നല്ല രീതിയിൽ ഒരു ഫോണിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതിൻ്റെ ചെറിയൊരു റിവ്യൂവും പിന്നെ ഓണർഷിപ്പ് റിവ്യൂവും പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു വീഡിയോ എന്തായാലും ഞാൻ ഔട്ട് ചെയ്യും, ഇടുന്നതായിരിക്കും, നമ്മുടെ മച്ചാന്മാർക്ക് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് ഇത് ഞാൻ എടുത്ത ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം ആരും വേറെ രീതിയിലൊന്നും എടുക്കണ്ട കേട്ടോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക് റിലേറ്റഡ് അല്ലേ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് ഓണാക്കി നോക്കാം. അപ്പം നമ്മൾ ഇത് ഓണാക്കാൻ പോവാണ്. പോക്കോ ഓണായി വരുന്നുണ്ട്. ഓണായി വരുമ്പം തന്നെ പോക്കോ എന്ന് പറയുന്ന ഒരിതും പിന്നെ ബൈ ആൻഡ്രോയിഡ്. യെസ്, എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് എ സെക്കൻഡ്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇംഗ്ലീഷ്, ഇന്ത്യ, അങ്ങനെ നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഭയങ്കര റിയാക്ഷൻ ആട്ടോ. ഇതിൻ്റെ ടച്ചിന് ഭയങ്കരമായിട്ട് പടപടയെന്ന് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് ആമസോൺ വരുന്നുണ്ട്, ഫേസ്ബുക്ക്, ഇതെല്ലാം ഗൂഗിൾ പേ ഒക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്കിതൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം എല്ലാ മച്ചാന്മാരും നമ്മുടെ എല്ലാ വീഡിയോക്കകത്തും പറയാറുണ്ട് ഈ ഐഡിയകളാ. അപ്പോൾ നമ്മൾ പുതിയൊരു എയർടെലിൻ്റെ സിം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് പുതിയ സിം എടുത്തു എന്നുള്ളതൊക്കെ നമ്മുടെ മച്ചാന്മാർക്കെല്ലാം അറിയാം. ഐഡിയ നമ്മളെ വല്ലാണ്ട് കുഴപ്പിച്ചു. പക്ഷെ അത് സിം ഒരിക്കലും പോർട്ട് ചെയ്യാനോ ഇതിനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം 10 വർഷം കൊണ്ട് കൂടുള്ള സിമ്മാണ്. അപ്പോൾ അത് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, ഇതിനകത്ത് സിംഗിൾ ഇതാണ് കേട്ടോ. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ 2 സിം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിനകത്ത് ഉള്ളത് ഒരു പോരായ്മയെന്ന് പറയുന്നത്. യെസ്, അങ്ങനെ എയർടെലിനെ നമ്മൾ അകത്ത് കയറ്റിയിട്ടുണ്ട്. യെസ്, ഇൻസേർട്ട് സിം കാർഡ് കാണിച്ചു. യെസ് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ജസ്റ്റ് എ സെക്കൻഡ്. തീം ചൂസ് ചെയ്യണം. നമ്മുടെ പോക്കോ വന്നിട്ടുണ്ട്. ടച്ചിൻ്റെ ഭയങ്കര ടച്ച് സാമ്പിളിംഗ് റേറ്റ് അടിപൊളിയാണ് കേട്ടോ. സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ വലിയ രീതിയിലുള്ള കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ മേടിച്ച ഒരു ഫോൺ നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 8 GB ആണ് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ RFPയുടെ എല്ലാ ഗ്രൂപ്പുകളും നമുക്ക് ഇനി വാട്സാപ്പ് ഇതിലോട്ടാക്കണം. കാരണം നമ്മൾ 8 to 11 നമ്മുടെ ഡിസ്ട്രിക്ട് ഗ്രൂപ്പിൻ്റെ ടൈം. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഫോൺ അങ്ങ് നിറയും. അത്രയ്ക്കും വാട്സാപ്പിൽ നിന്നുള്ള മെസ്സേജ് കാര്യമാണ്. ഞാൻ എല്ലാം പിന്നെ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 128 GB നമ്മൾ RFPക്കും നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഫോൺ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോക്കോ X3 പുതിയൊരു ഫോണാണ്, വലിയ രീതിയിലൊന്നും ആരും എടുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ, ഇതിൻ്റെ കിടിലുമായിട്ട് തന്നെ പിന്നെ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഉറപ്പായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് കിടിലുമായിട്ടൊരു റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കൊള്ളാം. ഓക്കെ, അപ്പം ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കനോടെ ചവിട്ടി പൊട്ടിച്ച് കിണി അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും മച്ചന്മാരെ ബൈ.